ഷേപ്പിലെ ഒരു അനിമേഷൻ വീഡിയോ ആണ്. നേരെ ആദ്യമായിട്ട് പവർ പോയിന്റ് ഓപ്പൺ ആയിട്ട് ആദ്യം പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാം. സ്ലൈഡിൽ നിന്ന് ബ്രാങ്ക് പ്രസന്റേഷൻ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ ബാങ്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷേപ്പ് ഗ്രൂപ്പിൽ നിന്ന് ബ്രാങ്ക് പ്രസന്റേഷൻ ഷേപ്പ് ഗ്രൂപ്പിൽ നിന്നും ഒരു ഷിപ്പാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. റെക്റ്റാങ്കിൾ ഷേപ്പ് എടുക്കാം. അപ്പം ഞാൻ റെക്റ്റാങ്കിൾ ഷേപ്പ് എടുത്ത് ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. ഇനി അതേപോലത്തെ വീണ്ടും വരയ്ക്കാണ്, കോപ്പി ചെയ്യാണ്. അപ്പം ഞാൻ ഈ കോപ്പി പേസ്റ്റ് ഉപയോഗിച്ചാണ്. ഏകദേശം ഞാൻ ഷേപ്പ് ഉപയോഗിച്ചിട്ട് ഇവിടെ ഷേപ്പ് വരച്ചിട്ടുണ്ട്. അടുത്തതിന് ക്ലൗഡാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ക്ലൗഡ് ഞാൻ ഒരു ക്ലൗഡിനെ വരച്ചിട്ടുണ്ട്. ഞാൻ കോപ്പി ചെയ്യാണ്. അപ്പം നമ്മൾ 3 ക്ലൗഡ് വരച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട കളർ വരയ്ക്കാം. അപ്പം ഞാൻ ഇവിടെ പാട്ടിൻ്റെ ഒരു ഫീലിംഗ് കിട്ടാൻ പഞ്ചർ ഷേപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഷേപ്പിൽ പോയി ഈ ഷിപ്പിൻ്റെ ഇഷ്ടമുള്ള കളർ കൊടുക്കാം.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് കൊടുക്കാം. ഇപ്പൊ ഡ്രോയിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അനിമേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട അനിമേഷനുകൾ എടുക്കാം, യൂസ് ചെയ്യാം. പിന്നെ യൂസ് ചെയ്യുന്നത് കസ്റ്റം അനിമേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഓരോ കസ്റ്റമർ ഡിഫറെൻ്റ് ആയിട്ടുള്ള കസ്റ്റമൈസേഷന് കൊടുക്കാം. പല തരത്തിലുള്ള ഇവിടെ ആഡ് എഫക്റ്റിൻ്റെ പലതരത്തിലുള്ള മോഷൻ പാസ് ചെയ്യാം. മോഷൻ പാസുകൾ കാണും. അതിൽ പലതരത്തിലുണ്ടാവും മോഷൻ പാസുകൾ. നമ്മൾ റൈറ്റും ലെഫ്റ്റൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സൗണ്ട് അനിമേഷനാണ് ഇതിൻ്റെ ഡിഫറെൻറ്റിന് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട സൗണ്ട് ഇതിൽ ആഡ് ചെയ്യാം. ഇതാണ് കൊച്ചു അനിമേഷൻ വീഡിയോ. ഇതാണ് എൻ്റെ കൊച്ചു അനിമേഷൻ വീഡിയോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുത്താണ് ഈ കൊച്ചു അനിമേഷൻ വീഡിയോ. ഇതാണ് എൻ്റെ കൊച്ചു അനിമേഷൻ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എൻ്റെ ചാനലിൻ്റെ പേര് 1 2 3. അപ്പം എല്ലാവർക്കും ബൈ ബൈ.